ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് റെഡിയാക്കുന്നത്. ഉള്ളി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പേര് പറയുന്നത്. ഉള്ളി നിറച്ചതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഉള്ളി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ഈ സ്നാക്ക് റെഡിയാക്കുമ്പോൾ ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. മസാല ഉള്ളിയൊക്കെ വഴറ്റി ചിക്കനൊക്കെ ഇത്തിരി ചേർത്തിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2 ചെറിയ സവാള ചെറുതായിട്ട് മുറിച്ചത്, വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 ഒക്കെ തന്നെ മതിയാകും. കൂടുതൽ മസാലയുടെ ആവശ്യമില്ല. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി മുറിച്ചത്, 1-2 പച്ചമുളകും, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴന്ന് ഉടഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ കട്ട്ലറ്റ് കോഴിയുടെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി മസാല ഉണ്ടാക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയിൽ മാറ്റം വരുത്താം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഗരം മസാലേൻ്റെ ഒന്നും ഫ്ലേവർ ഒരുപാട് വേണ്ട. മസാലകളൊക്കെ ചേർക്കുന്ന സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മളിപ്പോൾ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു എല്ലില്ലാത്ത ചിക്കന് ഒരു 100 ഗ്രാം എടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് ചതച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചിക്കന് പകരമായിട്ട് ബീഫ്, ചെമ്മീനൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ ഇനി ഇതിലേക്ക് ചെറിയൊരു ചമ്മന്തി മിക്സ് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചെരുവേതെടുത്തിട്ടുണ്ട്. ഇത് മൊത്തം ഈ മസാലയിലേക്കുള്ളതല്ല, സ്നാക്ക് റെഡിയാക്കുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3-4 ചെറിയുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് ആ ഒരു സ്നാക്ക് റെഡിയാക്കുമ്പോൾ ലാസ്റ്റിലേക്ക് ആവശ്യമുണ്ട്, അതിനായിട്ട് മാറ്റി വെക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചമ്മന്തിയുടെ കൂട്ട് ചേർക്കുന്നതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടും. തേങ്ങയുടെ ചമ്മന്തി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മസാല ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്കുള്ള അരിമാവ് കുഴച്ചെടുക്കണം. പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ചില അരിപ്പൊടിക്ക് 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെ മതിയാകും. ഞാനിപ്പോൾ എടുക്കുന്ന പൊടിക്ക് ഒരു 1.25 കപ്പ് വെള്ളം വേണം, എന്നാലേ നല്ല മയത്തിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയും വെള്ളം ഒരു പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട. കളർ വേണ്ടാത്തവർക്ക് മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം, പക്ഷെ മഞ്ഞളുണ്ടെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. അതുപോലെ നമ്മളെ പൊടിക്ക് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂൺ ഓയിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തേക്ക് ഇതിലേക്കുള്ള പൊടി കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നൈസ് പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടല്ലോ, പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന നൈസ് പത്തിരിക്ക് ഉപയോഗിക്കുന്ന പൊടി 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഈ ഒരു രീതിയിലാക്കിയെടുക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യണം. ശരിക്കും നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് തീ വളരെ കുറഞ്ഞ തീയിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെക്കുക. അതിനുശേഷം നല്ല ചൂടോട് കൂടിയിട്ട് കുഴച്ചെടുക്കണം. അരിമാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ വിചാരിക്കുന്ന അത്രയ്ക്ക് മയം കിട്ടില്ല. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കൈ ഒന്നിത്തിരി വെള്ളത്തിൽ തട്ടിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് എളുപ്പത്തിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം നല്ല ചൂടാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം.
മാവ് കുഴച്ചെടുത്ത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉള്ളി ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഉള്ളി എന്നാണ് നമ്മളെ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത്, അതായത് ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് ഉള്ളി നിറച്ചത് എന്നും പറയാറുണ്ട്. അപ്പം ഈ ഒരു അച്ചിൽ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മാവ് നിറച്ച് നമ്മൾ തട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു ഉള്ളിയുടെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇനി ഇതുപോലെ അച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം, പക്ഷേ ഇതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഈ ഒരു മോൾഡ് ഇവിടെയൊക്കെ കിട്ടുമോ എന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇനി ഓരോ തവണ മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോഴും കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ബ്രഷോട് തടവണമെന്നൊന്നുമില്ല, കയ്യിലെ വിരലിൽ ഇത്തിരി എണ്ണ ആക്കിയിട്ട് ഉള്ളിലങ്ങ് ആക്കി കൊടുത്താൽ മതി. എന്നാലേ നമുക്കിത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് പിടിക്കുക, നന്നായിട്ട് അടച്ച് നന്നായി ടൈറ്റാക്കി പിടിക്കണം. എന്നാലേ മാവ് കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് പറ്റുള്ളൂ. ആവശ്യത്തിനുള്ള മാവ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. മാവ് വയ്ക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു അച്ചിൻ്റെ ഉള്ളിലേക്ക് നല്ല ടൈറ്റായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ വിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉൾഭാഗത്തേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ചതിന് ശേഷം കൈയിൻ്റെ വിരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് ആ ഫില്ലിങ് നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ സ്പൂൺ എന്തെങ്കിലും എടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പെട്ടെന്ന് കൈ കൊണ്ട് ആ ഒരു ഫില്ലിങ് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയായിരിക്കും എളുപ്പം. മസാല വെച്ച് കഴിഞ്ഞിട്ട് കൈയുടെ വിരൽ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുക. മാക്സിമം കഴിയുന്നത്ര മസാല വെച്ചതിന് ശേഷം ആ അരിമാവ് കൊണ്ട് തന്നെ വേണം ഇത് കവർ ചെയ്യാൻ. ഇതിൻ്റെ സൈഡിൽ വന്നിട്ടുള്ള അരിമാവ് കൊണ്ട് തന്നെ മൊത്തത്തിൽ കവർ ചെയ്തെടുത്താൽ മതി. തികയുന്നില്ലെങ്കിൽ ഒരു ഇത്തിരി എക്സ്ട്രാ മാവ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചമ്മന്തി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് ഒട്ടുന്ന രീതിയിൽ വിരൽ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉള്ളിൻ്റെ ഷേപ്പ്, ആ ഒരു വേര് അടിഭാഗം ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിൻ്റെ അടിഭാഗത്ത് മൊത്തത്തിൽ ചമ്മന്തി ഇതുപോലെ വെച്ചിട്ട് വിരൽ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് ചമ്മന്തി വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം ഇനി ഇത് ഓപ്പൺ ചെയ്താൽ മതി. ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചിട്ട് വേണം, പെട്ടെന്ന് കിട്ടും എന്നാലും ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ എണ്ണയൊക്കെ തടവിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കറക്റ്റ് ആ ഷേപ്പിലാക്കി എടുക്കാനായിട്ട് പറ്റും. കാണുന്ന സമയത്ത് ശരിക്കും ഒരു ഉള്ളിയുടെ ആ ഒരു ഷേപ്പ് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇത് നമുക്ക് സ്റ്റീമറിൽ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഇനി ചെയ്തെടുക്കാം. ഓരോ തവണ മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോഴും എണ്ണ തടവേണ്ട കാര്യം മറക്കരുത്. കൈവിരൽ ഉപയോഗിച്ച് എണ്ണ തടവി കൊടുത്തിട്ട് മാവ് എടുത്ത് ഉള്ളിലേക്ക് വെക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് മസാല നിറച്ച് കൊടുക്കുക. മാവ് കൊണ്ട് കവർ ചെയ്തിട്ട് ചമ്മന്തി കൊണ്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഒരു 6 ഉള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ആവിയിൽ വേവിക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് റെഡിയാക്കിയാൽ മതി. എല്ലാം കൂടെ ഒന്നിച്ച് റെഡിയാക്കണമെന്നില്ല. എത്രത്തോളം എണ്ണം നമ്മളെ സ്റ്റീമറിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആദ്യം റെഡിയാക്കുക. ഒരു ബാച്ച് റെഡിയാകുമ്പോഴേക്കും അടുത്ത ബാച്ച് റെഡിയാക്കി എടുത്താൽ മതി. ആവിയിൽ വേവിക്കാനായിട്ട് സ്റ്റീമറിൽ അടിഭാഗത്ത് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി കൊടുക്കാം. അതിന് മുകളിലേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു പാത്രം കൂടെ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഉള്ളി ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഉള്ളി വെക്കുന്ന സമയത്ത് ആ ചമ്മന്തി വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് താഴ്ഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം വെക്കാൻ. അങ്ങനെ ആകുമ്പോൾ ചമ്മന്തി കറക്റ്റായി സെറ്റായി കിട്ടിക്കോളും. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഒരു 6 ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു 7-8 സുഖമായിട്ട് വെക്കാൻ പറ്റും. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം മസാല വേവിച്ചെടുത്തിട്ടുള്ളതാണ്, അതുപോലെ തന്നെ അരിമാവ് വാട്ടിയെടുത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം വേണ്ടിയില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റാണ് സമയം പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 8 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് വേവായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൽ നിന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതെല്ലാം തന്നെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ ഉള്ളിയും ആവിയിൽ ഉള്ളി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ ആ ഒരു സ്നാക്കിൻ്റെ പേരാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് ഈ വലുപ്പത്തിലുള്ള ഒരു 14 ഉള്ളിയാണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത് നമുക്കിത് സെർവ് ചെയ്യാം. ഒരുപാട് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. ഒരു ചെറിയ ചൂടിൽ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നില്ലേ, ഉള്ളിയുടെ ഒരു ഏകദേശം ഷേപ്പാണ്. പിന്നെ ചമ്മന്തിയൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും ആയിരിക്കും.
പറഞ്ഞതുപോലെ തന്നെ ഉള്ളിയുടെ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് മാത്രമേ ഉള്ളി എന്ന് പേര് കൊടുത്തത് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളി ആയതുകൊണ്ടൊന്നല്ല. കാണുന്ന സമയത്ത് കണ്ടില്ലേ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഷേപ്പാണ് കൂടുതൽ ഉണ്ടാവുക. വൈറ്റ് കളർ മാവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ തോന്നും. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ചമ്മന്തിയൊക്കെ വെച്ച ഭാഗം ഒരു വലിയ ഉള്ളിയുടെ ഷേപ്പും ഉണ്ട്. പറഞ്ഞേ ഉള്ളൂ. ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. മുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും മസാലയൊക്കെ നന്നായിട്ട് ഉൾഭാഗത്തൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മാവ് അതിൻ്റെ ആ ഒരു അച്ചിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് മസാല വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ മസാല എത്തുന്ന രീതിയിൽ കഴിയുന്നത്ര മസാല വെക്കാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് മാവ് മാത്രം കടിക്കുമ്പോൾ മസാല പെട്ടെന്ന് കഴിഞ്ഞു പോവുകയും ചെയ്യും. മാവ് മാത്രമാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല റെഡിയാക്കിയ മസാല ഉണ്ടല്ലോ, ഒരു ചെറിയ 2 സവോള വെച്ചിട്ടുള്ള മസാല. അപ്പോൾ അതിൽ നിന്നും കുറച്ച് മസാല ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നോക്കി ചെയ്താൽ മതി. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മസാല കേട്ടോ. അപ്പോൾ 4 മണിച്ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ എണ്ണയുടെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്